കമ്പനി ബോർഡ് LGS മെയിൻസിന് വേണ്ടിയിട്ടുള്ള സിലബസ് ബേസ്ഡ് ക്ലാസ്സാണ് ധാതുക്കളും അയിരുകളും. കെമിസ്ട്രിയിലെ ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ധാതുക്കൾ എന്താണ്? ധാതുക്കൾ ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ സംയുക്തങ്ങളാണ് ധാതുക്കൾ എന്ന് പറയുന്നത്. ഭൂവൽക്കത്തിൽ ലോഹങ്ങൾ സംയുക്തങ്ങളായിട്ടാണ് കാണപ്പെടുന്നത്. അങ്ങനെയുള്ള ലോഹ സംയുക്തങ്ങളെ ധാതുക്കൾ എന്ന് പറയും. ഇനി ഈ ചില ലോഹ സംയുക്തങ്ങളിൽ നിന്ന് നമുക്ക് വളരെ എളുപ്പത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും ലോഹങ്ങളെ വേർതിരിച്ചെടുക്കാനായിട്ട് കഴിയും. ആ ഒരു ധാതുവിനെയാണ് അയിരുകൾ എന്ന് പറയുന്നത്. ഒരു ധാതുവിൽ നിന്ന് എളുപ്പത്തിലും വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ച് എടുക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനെ ആ ലോഹത്തിൻ്റെ അയിര് എന്ന് പറയുന്നു. അപ്പോൾ ധാതുക്കളും അയിരുകളും എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. സിലബസിലെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അങ്ങനെയാണെങ്കിൽ അലൂമിനിയത്തിൻ്റെ ധാതുക്കൾ ഏതൊക്കെയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, അതായത് ഈ ഒരു പറയുന്ന ലോഹ സംയുക്തങ്ങളിലെല്ലാം തന്നെ അലൂമിനിയത്തിൻ്റെ കണ്ടൻ്റ് ഉണ്ട്. ബോക്സൈറ്റ്, ക്രയോലൈറ്റ്, കളിമണ്ണ്, ഇതിലെല്ലാം തന്നെ അലൂമിനിയമുണ്ട്. എന്നാൽ ഇതിൽ ബോക്സൈറ്റ് ആണ് അലൂമിനിയത്തിൻ്റെ അയിര്, അതായത് ഏറ്റവും കൂടിയ അളവിൽ അലൂമിനിയം അടങ്ങിയിരിക്കുന്നതും. അതുപോലെ ചിലവ് കുറഞ്ഞ രീതിയിലും വളരെ വേഗത്തിലുമൊക്കെ അലൂമിനിയത്തെ വേർതിരിച്ച് എടുക്കാനായിട്ട് കഴിയുന്നത് ഇതിൽ നിന്നാണ്, ബോക്സൈറ്റിൽ നിന്നാണ് എന്ന് അറിഞ്ഞിരിക്കുക. ഇനി എപ്പോഴും പരീക്ഷയിൽ ചോദിക്കുന്ന പോയിന്റ്, എല്ലാ അയിരുകളും ധാതുക്കളാണ്, എന്നാൽ എല്ലാ ധാതുക്കളും അയിരുകളല്ല. ഈ ഒരു പോയിന്റ് പഠിച്ചിരിക്കേണ്ടതാണ്. എല്ലാ അയിരുകളും എന്താണ്? ധാതുക്കളാണ്. നമ്മളിപ്പോൾ പറഞ്ഞ ഏത് അയിര് എടുക്കുകയാണെങ്കിലും ഇപ്പോൾ അലൂമിനിയത്തിൻ്റെ അയിര് ബോക്സൈറ്റ് എന്ന് പറയുന്ന ഒരു ധാതുവാണ്. എന്നാൽ എല്ലാ ധാതുക്കളും അയിരുകളാണോ? ഇവിടെ നമ്മൾ 3 ധാതുക്കൾ പറഞ്ഞു, ബോക്സൈറ്റ്, ക്രയോലൈറ്റ്, കളിമണ്ണ്. ഇതിൽ ബോക്സൈറ്റ് മാത്രമാണ് അയിരായിട്ട് ഉള്ളത്. അപ്പം ഈ ഒരു പോയിന്റ് അറിഞ്ഞിരിക്കണം. അയിരുകളെല്ലാം ധാതുക്കളാണ്, പക്ഷേ എല്ലാ ധാതുക്കളെയും നമുക്ക് അയിരുകളാണ് എന്ന് പറയാനായിട്ടും കഴിയത്തില്ല. കാരണം എല്ലാത്തിൽ നിന്നും ഒരു ലോഹത്തെ നമുക്ക് വേർതിരിച്ചെടുക്കാനായിട്ടും പറ്റത്തില്ല. ഇനി ഇരുമ്പിൻ്റെ അയിരുകൾ എപ്പോഴും ചോദിക്കുന്നത്, അലൂമിനിയത്തിൻ്റെ അയിര് ബോക്സൈറ്റ് ആണ്. ഇരുമ്പിൻ്റെ അയിരുകൾ ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റുമാണ്. ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റുമാണ് ഇതിൻ്റെ ഇരുമ്പിൻ്റെ അയിരുകൾ എന്ന് പറയുന്നത്. ഇനി കോപ്പറിൻ്റെ അയിരുകളാണ് കോപ്പർ പൈറൈറ്റ്സ്, കുപ്രൈറ്റ് തുടങ്ങിയവ കോപ്പറിൻ്റെ അയിരുകളാണ്. സിങ്കിൻ്റെ അയിരുകളാണ് സിങ്ക് ബ്ലെൻഡ്, കലാമിൻ. സിങ്ക് ബ്ലെൻഡും കലാമിനും സിങ്കിൻ്റെ അയിരുകളാണ്. PSC റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ലോഹങ്ങളും അവരുടെ അയിരുകളുമാണ്. അപ്പോൾ ഈ സിങ്കിൻ്റെ അയിര് സിങ്ക് ബ്ലെൻഡും കലാമിനാന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് രണ്ടും എന്താണ്? ധാതുക്കളാണ് അല്ലേ? ധാതുക്കളുമാണ്, അതേസമയം അയിരുകളുമാണ്. അയിരുകളെല്ലാം ധാതുക്കളാണെന്ന് നമ്മൾ പഠിച്ചല്ലോ. ഇനി മെർക്കുറിയുടെ അയിരാണ് സിന്നബാർ. മെർക്കുറി, സിന്നബാർ. ലെഡ്, ഗലീന. ലെഡ് ലോഹത്തിൻ്റെ അയിരേതാണ്? ഗലീന. തോറിയം മോണോസൈറ്റ്. ടൈറ്റാനിയം ഇൽമനൈറ്റ്. വനേഡിയം പട്രോനൈറ്റ്. സ്വർണത്തിൻ്റേത് ബിസ്മത്ത് അറേറ്റ്. ഈ പ്രധാനപ്പെട്ട ലോഹങ്ങളും അവയുടെ അയിരുകൾ ഏതാണെന്ന് എന്ത് ചെയ്യുക? അറിഞ്ഞിരിക്കുക. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ലോഹ നിഷ്കർഷണമാണ്. എന്താണ് ലോഹ നിഷ്കർഷണം എന്ന് പറയുന്നത്? നമ്മളൊരു അയിരിനെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു. ഈ അയിരിൽ നിന്നും ആരെ വേർതിരിച്ചെടുക്കണം? ലോഹത്തെ വേർതിരിച്ച് എടുക്കണം. അയിരിൽ നിന്ന് ശുദ്ധലോഹം വേർതിരിക്കുന്നത് വരെയുള്ള മുഴുവൻ പ്രക്രിയകളും ചേർന്നതാണ് ലോഹ നിഷ്കർഷണം എന്ന് പറയുന്നത്. ഒരു അയിരിൽ നിന്ന് ഒരു ശുദ്ധലോഹം വേർതിരിക്കുന്നത് വരെയുള്ള മുഴുവൻ പ്രക്രിയകളെയും ചേർത്തിട്ടാണ് ലോഹ നിഷ്കർഷണം എന്ന് പറയുന്നത്. ഈ ലോഹ നിഷ്കർഷണത്തിന് 3 ഘട്ടങ്ങളുണ്ട്. ഒന്നാമത്തെ ഘട്ടമാണ് അയിരുകളുടെ സാന്ദ്രണം. രണ്ടാമത്തേത് സാന്ദ്രീകരിച്ച അയിരിൽ നിന്നും ലോഹത്തെ വേർതിരിക്കൽ. 3 ലോഹ ശുദ്ധീകരണം. ഇങ്ങനെ 3 ഘട്ടങ്ങളാണ് ഈ ലോഹ നിഷ്കർഷണത്തിന് ഉള്ളത്. അയിരുകളുടെ സാന്ദ്രണം, സാന്ദ്രീകരിച്ച അയിരിൽ നിന്നും ലോഹത്തെ വേർതിരിക്കൽ, ലോഹ ശുദ്ധീകരണം. അപ്പം നമുക്ക് നോക്കാം അയിരുകളുടെ സാന്ദ്രണം. ഭൂവൽക്കത്തിൽ നിന്ന് ലഭിക്കുന്ന അയിരിൽ അടങ്ങിയിരിക്കുന്ന അപദ്രവ്യങ്ങളെയാണ് ഗ്യാങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഭൂവൽക്കത്തിൽ നിന്നും ഒരു അയിര് കിട്ടി. ഫോർ എക്സാമ്പിൾ ആയിട്ട് അലൂമിനിയത്തിൻ്റെ ഒരു അയിര് ബോക്സൈറ്റ് കിട്ടി. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ഇതിൽ കുറേ അപദ്രവ്യങ്ങൾ, കുറേ വേസ്റ്റ് മാലിന്യങ്ങളൊക്കെ ഉണ്ട്. ആ അപദ്രവ്യങ്ങളെയാണ് ഗ്യാങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്യാങ് ആയിട്ടുള്ള മാലിന്യങ്ങളെ നമുക്ക് ഈ അയിരിൽ നിന്നും നീക്കം ചെയ്യണം. അപ്പോൾ അയിരിൽ നിന്ന് ഗ്യാങ് നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് സാന്ദ്രണം എന്ന് പറയുന്നത്. അയിരിൽ നിന്നും ഗ്യാങ് നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് സാന്ദ്രണം എന്ന് പറയുന്നത്. ഈ ക്ലാസ്സിൻ്റെ PDF നോട്ടിനായിട്ട് നിങ്ങൾ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. VFA ഡിഗ്രി മെയിൻസ് പരീക്ഷകളുടെ ക്ലാസ്സൊക്കെ നമ്മുടെ ടെലിഗ്രാം ചാനലിലാണ് നടക്കുന്നത്. ചാനലിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം.
മിനി ബോർഡ് LGSൻ്റെ ബാക്കി ക്ലാസ്സുകൾക്കും ബാക്കി അപ്ഡേറ്റുകൾക്കും വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇതുപോലെ ബാക്കി ക്ലാസ്സുകൾ തുടർന്ന് കൊണ്ടുപോകാൻ പറ്റൂ. കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ കണ്ടിന്യൂ എന്ന് തന്നെ ഇടുക. ഇനി വിവിധ തരം സാന്ദ്രണ രീതികൾ, ഈ ഗ്യാങ്ങിനെ നീക്കം ചെയ്യാൻ, ഈ മാലിന്യത്തെ നീക്കം ചെയ്യാൻ നമ്മൾ പലതരത്തിലുള്ള രീതികൾ എടുക്കുന്നുണ്ട്. ഒന്ന്, ജലപ്രവാഹത്തിൽ കഴുകൽ. നമ്മുടെ സാധാരണ നോർമൽ വെള്ളത്തിൽ കഴുകുന്ന പ്രോസസ്സിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്തുള്ള ഗ്യാങ് അല്ലെങ്കിൽ ഈ മാലിന്യങ്ങൾ അല്ലെങ്കിൽ എന്തെന്ന് പറയും, അപദ്രവ്യങ്ങൾ സാന്ദ്രത കുറഞ്ഞതാണെങ്കിൽ അല്ലെങ്കിൽ ആ വേസ്റ്റിൻ്റെ വെയിറ്റ് കുറവാണെങ്കിൽ നമുക്ക് വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയുമ്പോൾ വേസ്റ്റുകൾ കളയാനായിട്ട് പറ്റും. അപ്പോൾ അപദ്രവ്യം സാന്ദ്രത കുറഞ്ഞത്, അയിരിന് എന്തായിരിക്കണം, സാന്ദ്രത കൂടിയതായിരിക്കണം. ഇനി ഈ ജലപ്രവാഹത്തിൽ കഴുകൽ വഴി മെയിനായിട്ടും ചെയ്യുന്നത് ഏതൊക്കെ അയിരുകളാണെന്നറിയോ? ഓക്സൈഡ് അയിരുകളും സ്വർണത്തിൻ്റെ അയിരുകളും വേർതിരിക്കുന്നത് ജലപ്രവാഹത്തിൽ കഴുകൽ എന്ന പ്രക്രിയ വെച്ചിട്ടാണ്. ഓക്സൈഡ് അയിരുകളും സ്വർണത്തിൻ്റെ അയിരുകളും വേർതിരിക്കുന്നത് എന്ന് അറിഞ്ഞിരിക്കുക. രണ്ടാമത്തേതാണ് പ്ലവന പ്രക്രിയ. പ്ലവന പ്രക്രിയ എന്ന് പറയുമ്പോൾ അപദ്രവ്യത്തിന് സാന്ദ്രത കൂടിയതും അയിരിന് സാന്ദ്രത കുറഞ്ഞതുമാണെങ്കിൽ പ്ലവന പ്രക്രിയ എന്ന് പറയുന്ന പ്രക്രിയ വഴിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്നത്. സൾഫൈഡ് അയിരുകളൊക്കെ പ്ലവന പ്രക്രിയ വഴിയിട്ടാണ് നീക്കം ചെയ്യുന്നത്. പ്ലവന പ്രക്രിയ വഴിയിട്ട് സാന്ദ്രണം ചെയ്യുന്നത് സൾഫൈഡ് അയിരുകളാണ് എന്ന് അറിഞ്ഞിരിക്കുക. ഇനി കാന്തിക വിഭജനം. അയിരിനോ അപദ്രവ്യത്തിനോ കാന്തിക സ്വഭാവം ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ്, കാന്തിക വിഭജനം വഴിയിട്ടാണ് ആ ഒരു മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്നത്. മാഗ്നറ്റൈറ്റിൻ്റെ സാന്ദ്രണം, ഇരുമ്പിൻ്റെ അയിരായിട്ടുള്ള മാഗ്നറ്റൈറ്റിൻ്റെ സാന്ദ്രണം അതിനുദാഹരണമാണ്. ഇനി ലീച്ചിങ് എന്ന് പറയുന്നത് മറ്റൊരു സാന്ദ്രണ രീതിയാണ്. ബോക്സൈറ്റിൻ്റെ സാന്ദ്രണം ലീച്ചിങ് വഴിയിട്ടാണ്. ബോക്സൈറ്റിൻ്റെ സാന്ദ്രണം എന്തിൻ്റെ വഴിയിട്ടാണ്, ലീച്ചിങ് എന്ന് പറയുന്ന മെത്തേഡ് വഴിയിട്ടാണ്. അപ്പോൾ അയിരുകളുടെ സാന്ദ്രണത്തിൽ എത്ര മെത്തേഡുകൾ ഉണ്ട്, അയിരുകളുടെ സാന്ദ്രണത്തിൽ എത്ര മെത്തേഡുകളുണ്ട്? ഒന്ന് നമ്മൾ ജലപ്രവാഹത്തിൽ കഴുകൽ, പ്ലവന പ്രക്രിയ, കാന്തിക വിഭജനം, അതേപോലെ ലീച്ചിങ്. ഓരോന്നും എന്താണ്, അതിനുള്ള എക്സാമ്പിളും കൂടെ അറിഞ്ഞിരിക്കണം. ഇനി ടിൻ സ്റ്റോൺ എങ്ങനെയാണ്? ടിൻ സ്റ്റോണിൽ കാന്തിക വിഭജനമാണ്, ബോക്സൈറ്റിൽ ലീച്ചിങ് ആണ്, സിങ്ക് ബ്ലെൻഡിലാണെങ്കിൽ പ്ലവന പ്രക്രിയയാണ് യൂസ് ചെയ്യുന്നത്. ഇനി സാന്ദ്രണം എന്ന പ്രക്രിയ കഴിഞ്ഞതിന് ശേഷം സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കണം. സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് നമുക്ക് ലോഹത്തെ വേർതിരിക്കണം. അതിന് 2 ഘട്ടങ്ങളുണ്ട്. അപ്പം നമ്മൾ സാന്ദ്രണത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ പഠിച്ചു. ഇനി സാന്ദ്രീകരിച്ച അയിരിൽ നിന്നും ലോഹത്തെ വേർതിരിക്കാനുള്ള ഘട്ടങ്ങൾ. ഒന്ന്, സാന്ദ്രീകരിച്ച അയിരിനെ ഓക്സൈഡ് ആക്കൽ. സാന്ദ്രീകരിച്ച അയിരിനെ എന്താക്കി മാറ്റണം, ഓക്സൈഡ് ആക്കണം. ഇനി ഓക്സൈഡ് ആക്കിയ അയിരിനെ നിരോക്സീകരിക്കണം. ഇതാണ് സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കുന്ന 2 ഘട്ടങ്ങൾ. സാന്ദ്രീകരിച്ച അയിരിനെ എന്താക്കി മാറ്റണം, ആദ്യം ഓക്സൈഡ് ആക്കി മാറ്റണം. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്സൈഡ് ആക്കി മാറ്റുന്നതിന് 2 പ്രക്രിയകളുണ്ട്, കാൽസിനേഷനും റോസ്റ്റിങ്ങും. വായുവിൻ്റെ അസാന്നിധ്യത്തിൽ അയിരിനെ അതിൻ്റെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് കാൽസിനേഷൻ എന്ന് പറയുന്നത്. കാർബണേറ്റുകളെയും ഹൈഡ്രോക്സൈഡുകളെയും ഒക്കെ ഓക്സൈഡ് ആക്കുന്നത് ഈ പ്രവർത്തനം വഴിയിട്ടാണ്. എന്താണ് കാൽസിനേഷൻ? വായുവിൻ്റെ അസാന്നിധ്യത്തിൽ, ആ ഒരു പോയിന്റ് ഓർക്കുക, അവിടെ വായുവിൻ്റെ സാന്നിധ്യമില്ല. വായുവിൻ്റെ അസാന്നിധ്യത്തിൽ എന്ത് ചെയ്യുന്നു, അയിരിനെ അതിൻ്റെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് കാൽസിനേഷൻ. കാർബണേറ്റുകളും ഹൈഡ്രോക്സൈഡുകളും ഈ ഒരു മെത്തേഡ് വഴിയിട്ടാണ് ഓക്സൈഡ് ആക്കി മാറ്റുന്നത്. ഇനി റോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ അവിടെ വായുവിൻ്റെ സാന്നിധ്യമുണ്ട്. അപ്പോൾ വായുവിൻ്റെ അസാന്നിധ്യം കാൽസിനേഷൻ, വായുവിൻ്റെ സാന്നിധ്യത്തിൽ അയിരിനെ അതിൻ്റെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് റോസ്റ്റിംഗ്. അവിടെ സൾഫൈഡുകളൊക്കെ ഈ റോസ്റ്റിംഗ് വഴിയിട്ടാണ് ഓക്സൈഡ് ആക്കുന്നത്. അപ്പം സാന്ദ്രീകരിച്ച അയിരിനെ ഓക്സൈഡ് ആക്കാൻ 2 ഘട്ടങ്ങൾ ഏതൊക്കെയാണ്, കാൽസിനേഷനും റോസ്റ്റിങ്ങും ഉണ്ട്. ഇനി രണ്ടാമതൊരു ഘട്ടം നമ്മൾ പറഞ്ഞു, ഓക്സൈഡ് ആക്കിയിട്ട് പിന്നെ അതിനെന്ത് ചെയ്യണം, നിരോക്സീകരിക്കണം. ഓക്സൈഡ് ആക്കിയ അയിരിൽ നിന്ന് ലോഹം വേർതിരിക്കുന്ന പ്രക്രിയയാണ് ഈ നിരോക്സീകരണം. ഓക്സൈഡ് ആക്കിയ അയിരിൽ നിന്ന് ലോഹം വേർതിരിക്കുന്ന പ്രക്രിയയാണ്. ക്രിയാശീലം കുറഞ്ഞ ലോഹങ്ങളെ വേർതിരിക്കാൻ ഇവിടെ നിരോക്സീകാരിയായിട്ട് യൂസ് ചെയ്യുന്നത് കാർബൺ മോണോക്സൈഡ് തുടങ്ങിയവയാണ്. ക്രിയാശീലം കുറഞ്ഞ ലോഹങ്ങളെ വേർതിരിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന നിരോക്സീകാരി. ഇനി ക്രിയാശീലം കൂടിയ ലോഹങ്ങളെ, അതായത് സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, നമ്മൾ ക്രിയാശീല ശ്രേണി പഠിച്ചിട്ടുണ്ട്, അതിൽ മുകളിൽ തട്ടിലുള്ളവരാണ് ഇവരൊക്കെ. സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം പോലെ ക്രിയാശീലം കൂടിയ ലോഹങ്ങളെ വേർതിരിക്കാൻ നിരോക്സീകാരിയായിട്ട് നമ്മൾ വൈദ്യുതിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ക്രിയാശീലം കുറഞ്ഞവയ്ക്ക് യൂസ് ചെയ്യുന്ന നിരോക്സീകാരി കാർബൺ മോണോക്സൈഡ്. ക്രിയാശീലം കൂടിയ ലോഹങ്ങൾക്ക് ഏതാണ് യൂസ് ചെയ്യുന്നത്, വൈദ്യുതിയാണ് നിരോക്സീകാരിയായിട്ട് യൂസ് ചെയ്യുന്നത്.
ഇനി ഈ ലോഹ നിഷ്കർഷണത്തിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ്, ആദ്യം നമ്മൾ സാന്ദ്രണം പഠിച്ചു, രണ്ടാമത് ഇതിൽ നിന്നും ശുദ്ധലോഹം വേർതിരിക്കൽ. ഇനി ലോഹത്തെ നമുക്ക് ശുദ്ധീകരിക്കണം. നമുക്ക് കിട്ടിയ ശുദ്ധലോഹത്തിലും ഇനി എന്തെങ്കിലുമൊക്കെ കുറച്ച് വേസ്റ്റുകളൊക്കെ കാണും. അതിനെ നമുക്ക് പല രീതിയിൽ ശുദ്ധീകരിക്കാം. ഉരുക്കി വേർതിരിക്കൽ എന്ന് പറയുമ്പോൾ ടിന്ന്, ലെഡ് തുടങ്ങിയവ ഉരുക്കി വേർതിരിക്കൽ വഴിയിട്ടാണ് വേർതിരിക്കുന്നത്. ഉയർന്ന ദ്രവണാങ്കമുള്ളവയാണ് ഈ ഉരുക്കി വേർതിരിക്കലിലൂടെ വേർതിരിക്കുന്നത്. ടിന്നും ലെഡും ഉദാഹരണമാണ്. ഇനി സ്വേദനത്തിന് സിങ്ക്, കാഡ്മിയം, മെർക്കുറിയൊക്കെ സ്വേദനം വഴിയിട്ടാണ് ശുദ്ധീകരിക്കുന്നത്. കുറഞ്ഞ തിളനിലയാണ് ഇവരുടെ പ്രത്യേകത, അതുകൊണ്ടാണ് സ്വേദനം വഴി വേർതിരിക്കുന്നത്. ഇനി വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം ചെയ്യുന്നത് കോപ്പറിനാണ്. വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം, ഇതാണ് ലോഹ നിഷ്കർഷണത്തിൻ്റെ സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത്. ഇത്രയാണ് നമ്മുടെ അയിരുകളും ധാതുക്കളും എന്ന് പറയുന്ന ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. കമ്പനി ബോർഡ് LGSന് വേണ്ടിയിട്ടുള്ള മെയിൻസിൻ്റെ ആദ്യത്തെ ക്ലാസ്സാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ എന്ന് പറഞ്ഞ് മെസ്സേജ് ഇടുകയാണെങ്കിൽ തുടർന്നും ഇതുപോലെ സിലബസ് ബേസ് ചെയ്ത് ക്ലാസ്സുകൾ എടുക്കുന്നതായിരിക്കും. അപ്പം നോട്ട്സിനും ബാക്കി കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തോളാം. ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തേക്കാം. തുടർന്നുള്ള ക്ലാസ്സിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്